നമസ്കാരം സാർ. കഴിഞ്ഞ 2014 ശേഷം ഇന്ത്യയിലുണ്ടായിട്ടുള്ള ഹിന്ദുത്വ ഭരണവുമായി ബന്ധപ്പെട്ട് 2019 ശേഷം ശക്തമായ രീതിയിൽ ഹിന്ദുത്വം ഇന്ത്യയിലെ ജനാധിപത്യത്തെ നിരാകരിച്ചുകൊണ്ട് ഒരു ഏകാധിപത്യ പ്രവണതയിലേക്ക് ഇന്ത്യൻ ജനാധിപത്യത്തെ നിരാകരിച്ചുകൊണ്ടുള്ള ഒരു ഭരണകൂടത്തിൻ്റെ മുന്നേറ്റ സമയത്താണ് മാഷ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റ്മെൻറ്റ് പുറത്തു വന്നത്. അതായത്, ഞാൻ ജനിച്ചത് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ജനാധിപത്യ മതേതര രാജ്യത്തിലായിരുന്നു. ഒരുപക്ഷെ എൻ്റെ മരണം ഒരു ഹിന്ദുത്വ രാഷ്ട്രത്തിലാവുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് അന്ന് കേരളത്തിലും ഇന്ത്യയിലും മുഴുവൻ ചർച്ച ചെയ്യപ്പെട്ടതാണ്. 2024 18ാം ലോകസഭാ തെരഞ്ഞെടുപ്പ് നൽകുന്ന പുതിയൊരു ജനാധിപത്യ ബോധം, അല്ലെങ്കിൽ ജനാധിപത്യത്തിൻ്റെ ഒരു വസന്തം എന്ന് പറയുന്ന ഘട്ടത്തിൽ മാഷക്ക് ആ സ്റ്റേറ്റ്മെൻറ്റുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഇനി ഏത് രീതിയിലാണ് ഇന്ത്യൻ ജനാധിപത്യത്തെയും ഇന്ത്യൻ മതേതര സമൂഹത്തെയും മാഷ് അഡ്രസ്സ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? തീർച്ചയായും നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ 2024 തിരഞ്ഞെടുപ്പ് പല ആളുകളുടെയും പ്രത്യാശകളെ ഇല്ലാതാക്കിക്കൊണ്ട് നമ്മെപ്പോലുള്ള ജനാധിപത്യവാദികളുടെയും ഭരണഘടനയിൽ വിശ്വാസമുള്ള ആളുകളുടെയും പ്രത്യാശയെ ബലപ്പെടുത്തിക്കൊണ്ടും വളരെ വ്യത്യസ്തമായ ഒരു ഫലം കാഴ്ചവെച്ചിരിക്കുകയാണ്. അത് തീർച്ചയായും നമുക്കെല്ലാവർക്കും തന്നെ നമ്മുടെ പ്രതീക്ഷകൾ തിരിച്ചു നൽകിയിട്ടുണ്ട്. പഴയ രൂപത്തിലുള്ള ഒരു മതരാഷ്ട്രത്തിൻ്റെ രൂപീകരണം എന്ന ആശയവുമായി മുന്നോട്ട് പോകാൻ ഇനി BJPക്കോ RSSനോ കഴിയുകയില്ല എന്ന കാര്യം തീർച്ചയാണ്. അതുപോലെ അഗ്നിവീർ പോലുള്ള അവരുടെ പരിപാടികളും സംവരണത്തെക്കുറിച്ച് അവർ കൊണ്ടുവരാൻ ആഗ്രഹിച്ചിരുന്ന ചില നിയമങ്ങളും ഒന്നും തന്നെ നടപ്പാവുകയില്ല എന്ന് തന്നെ ഏതാണ്ട് നമുക്ക് തീരുമാനിക്കാൻ കഴിയും. കാരണം ഒറ്റയ്ക്കല്ല, ഒരു കൂട്ടുഭരണത്തിലെ ഒരു കക്ഷി മാത്രമാണ് അവർ എന്നതുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും ആത്യന്തികമായ തീരുമാനമെടുക്കാനുള്ള കഴിവ് നരേന്ദ്രമോദി എന്ന മനുഷ്യനോ BJP എന്ന പാർട്ടിക്കോ ഉണ്ടാവുകയില്ല എന്നത് തീർച്ചയാണ്. അതേസമയം ഇത് നമുക്ക് ആലസ്യത്തിനുള്ള ഒരു സമയമല്ല, ആ ഒരു അലസതയുടെ സന്ദേശമല്ല ഈ ഇലക്ഷൻ നൽകുന്നത്. നേരെ മറിച്ച് നിരന്തരമായ പ്രവർത്തനത്തിൻ്റെ സന്ദേശമാണ്. കാരണം താൽക്കാലികമായി ഇത്തരത്തിലൊരു വിജയം ഉണ്ടായതിൽ നമ്മൾ ആഹ്ലാദിക്കുമ്പോൾ തന്നെ ഇപ്പോഴും BJPക്ക് ഒരു ശക്തമായ അടിത്തറ ഇന്ത്യയിൽ നിലനിൽക്കുന്നുണ്ട്. കേരളത്തിൽ പോലും BJPയുടെ വോട്ടുകൾ വർദ്ധിച്ചിട്ടുണ്ട് എന്ന കാര്യം നമ്മെ വളരെ ആശങ്കാകുലരാക്കേണ്ടതാണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഈ മതേതരത്വത്തിൻ്റെ സംസ്കാരം അല്ലെങ്കിൽ മതസൗഹാർദ്ദത്തിൻ്റെ സംസ്കാരം സംരക്ഷിക്കുക എന്നത് ഇന്നത്തെ ഒരു വലിയ പ്രധാനപ്പെട്ട വെല്ലുവിളിയാണ്. അതോടൊപ്പം തന്നെ ഈ ജനാധിപത്യത്തെ സംരക്ഷിക്കുക, എല്ലാത്തരം ഏകാധിപത്യ സമഗ്രാധിപത്യ പ്രവണതകളിൽ നിന്നും ജനാധിപത്യത്തെ സംരക്ഷിക്കുക എന്നതും ഇന്ത്യയിലെ പൗരരെ സംബന്ധിച്ചിടത്തോളം പ്രാണപ്രധാനമായ ഒരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അതുകൊണ്ട് പ്രവർത്തനം നിർത്താനുള്ള ഒരു ആഹ്വാനമല്ല, നേരെ മറിച്ച് പ്രവർത്തനം തുടരാനുള്ള ഒരു പ്രത്യാശയുടെ വെളിച്ചമാണ് വാസ്തവത്തിൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം നമുക്ക് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് പ്രവർത്തനത്തിന് ഫലമുണ്ടാകും എന്ന് അത് കാണിക്കുന്നു എന്നതാണ് അത് നൽകുന്ന ഏറ്റവും തെളിച്ചമുള്ള ഒരു സന്ദേശം എന്ന് പറയാം. കാരണം വടക്കേ ഇന്ത്യയിൽ പ്രത്യേകിച്ചും ഒരു അതിർത്തി വരെ തെക്കേ ഇന്ത്യയിലും പ്രത്യേകിച്ചും തമിഴ്നാട് പോലുള്ള സ്ഥലങ്ങളിലും വളരെയധികം കേരളത്തെ സംബന്ധിച്ചും ഒക്കെ പറയാവുന്നൊരു കാര്യം, അവിടെ ഒന്നും തന്നെ പഴയ ഭൂരിപക്ഷം BJPക്ക് ഉണ്ടായിട്ടില്ല എന്നല്ല, പലയിടത്തും അവർക്ക് വളരെ ചെറിയ ഭൂരിപക്ഷത്തിൽ ജയിക്കേണ്ടി വന്നു. മോദിയുടെ പോലും ഭൂരിപക്ഷം വളരെ കാര്യമായ തോതിൽ കുറഞ്ഞു. ഇതെല്ലാം കാണിക്കുന്നത് യഥാർത്ഥമായി സത്യം ജനങ്ങൾക്കടുത്ത് എത്തുകയാണെങ്കിൽ അതിന് ഫലമുണ്ടാകുമെന്ന് തന്നെയാണ്. പ്രധാനമായും അവർ ജയിച്ചുകൊണ്ടിരുന്നത് സത്യം ജനങ്ങളിൽ എത്താത്തത് കൊണ്ടാണ്. അവർ പറഞ്ഞുകൊണ്ടിരുന്ന കള്ളക്കണക്കുകൾ, തൊഴിലില്ലായ്മ പരിഹരിച്ചുവെന്നോ അല്ലെങ്കിൽ കള്ളപ്പണം ഇല്ലാതാക്കിയെന്നോ അല്ലെങ്കിൽ കൂടുതൽ ആളുകൾ സാക്ഷരരായി എന്നോ ഒക്കെയുള്ള അവരുടെ അവകാശവാദങ്ങൾ എല്ലാം തന്നെ നുണയായിരുന്നു എന്ന് നമ്മെപ്പോലുള്ള ആളുകൾക്കറിയാം. പക്ഷെ അത് ഏറ്റവും അടിത്തട്ടിലെ സാധാരണക്കാർ, പ്രത്യേകിച്ചും എനിക്കറിയാം വടക്കേ ഇന്ത്യയിൽ ഹിന്ദിയിലെ പത്രങ്ങൾ വായിക്കുന്നവരും ഹിന്ദിയിൽ CTV പോലുള്ള ടെലിവിഷൻ കാണുന്ന ആളുകളുമാണ്. അപ്പോൾ അവരെ സംബന്ധിച്ച് അവർ അതിൽ പറയുന്നതെല്ലാം തന്നെ അതേപടി വിഴുങ്ങുന്ന ആളുകളാണ്. അതേക്കുറിച്ച് അധികം ആലോചിക്കുന്നില്ല, അല്ലെങ്കിൽ ആലോചിക്കാനുള്ള അവസരം അവർക്ക് നൽകപ്പെടുന്നില്ല. സത്യം ഒരിക്കലും അവരുടെ അടുത്ത് എത്തുന്നില്ല. അപ്പോൾ
അപ്പോൾ ഈ പിന്നെ അന്തർദേശീയ മാധ്യമങ്ങളിലെല്ലാം കണക്കുകൾ വരുന്നുണ്ട്, വളരെ കൃത്യമായ കണക്കുകൾ വരുന്നുണ്ട്. ഇന്ത്യ എത്രമാത്രം സാമ്പത്തികമായി അതപ്പതിച്ചു, എത്രമാത്രം വിദ്യാഭ്യാസപരമായി, മനുഷ്യാവകാശപരമായി, തൊഴിലില്ലായ്മയുടെ കാര്യത്തിൽ, എല്ലാ കാര്യത്തിലും ഇന്ത്യ ഏറ്റവും താഴേക്ക് പോയ ഒരു 10 വർഷങ്ങളാണ് ഈ കടന്നുപോയത്. പക്ഷെ ആ ഒരു കാര്യം ജനങ്ങളെ എത്തിക്കുക മാത്രമേ വേണ്ടൂ, ആ ആളുകൾ ഉണരാൻ വേണ്ടി എന്ന് ഈ തിരഞ്ഞെടുപ്പ് കാണിക്കുന്നുണ്ട്. കുറേ മാധ്യമങ്ങളെങ്കിലും അവസാന കാലത്ത് ഈ ഫലത്തെക്കുറിച്ചുള്ള സംശയങ്ങൾ വന്നപ്പോൾ ചെറിയ തോതിലുള്ള മാറ്റങ്ങൾ പ്രകടമാക്കിയതും, അതുപോലെ രാഹുൽ ഗാന്ധിയുടെ ഉൾപ്പെടെയുള്ള ആളുകളുടെ പ്രവർത്തനങ്ങളും, ഇടതുപക്ഷത്തിൻ്റെ യെച്ചൂരി പോലുള്ള ആളുകൾ എടുത്ത വളരെ ഉറച്ച തരത്തിലുള്ള നിലപാടുകളും, ധ്രുവ് റാഠിയെ പോലുള്ള അനേകം ആളുകൾ, ഒരാളല്ല രവീഷ് കുമാറിനെ പോലെയൊക്കെയുള്ള ഒരേ മാധ്യമപ്രവർത്തകരല്ലാത്ത വ്യക്തികളും ഒക്കെ തന്നെ നടത്തിയ പ്രചാരണങ്ങളും ഇതെല്ലാം തന്നെ ഫലം കണ്ടിട്ടുണ്ട് എന്നതിൻ്റെ ഒരു സൂചനയാണ് വാസ്തവത്തിൽ ഈ തെരഞ്ഞെടുപ്പ് നമുക്ക് നൽകുന്നത്. ഒരു ചോദ്യം, മറ്റൊരു കാര്യം പക്ഷേ, നമുക്ക് 1975 അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ഇന്ത്യയിലെ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനങ്ങൾ, പ്രത്യേകിച്ച് ജയപ്രകാശ് നാരായണൻ്റെ ഒക്കെ നേരത്തെ നടന്ന ഒരു അടിത്തട്ട് രാഷ്ട്രീയം ഉണ്ടായിരുന്നു. അത് ഏറ്റവും കീഴ്പ്പെട്ടു പോയ ജനങ്ങളിലേക്ക് ജനാധിപത്യത്തിൻ്റെ ബഹുസ്വരതയുടെയും സന്ദേശം എത്തിക്കുക എന്നുള്ളത്. ഒരുപക്ഷെ അത് ഈ പ്രാവശ്യം ആ ഒരു സന്ദേശം ഉത്തരേന്ത്യൻ ജനങ്ങളിൽ എത്തിയതിൻ്റെ കൂടി ഫലമല്ലേ ഈ ഒരു മാറി ചിന്തിക്കലെന്ന്? തീർച്ചയായിട്ടും ആ ഒരു ജനാധിപത്യ സന്ദേശം പക്ഷേ ഇടക്കാലത്ത് വിസ്മരിക്കപ്പെടുകയോ അടിച്ചമർത്തപ്പെടുകയോ ചെയ്ത ആ ഒരു സന്ദേശം ഒരിക്കൽ കൂടി ജനങ്ങളിൽ എത്താൻ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതിൻ്റെ വലിയൊരു സൂചനയാണ് ഇത്. കാരണം പലപ്പോഴും നാം സോഷ്യലിസ്റ്റ് ശക്തികൾ എന്ന് പറയുമ്പോൾ 1-2 പാർട്ടികൾ മാത്രമേ കാണാറുള്ളൂ. അങ്ങനെയല്ല വാസ്തവത്തിൽ. ഇന്ത്യയിൽ പ്രത്യേക ഒരു പല തരത്തിൽ സോഷ്യലിസ്റ്റത്തെ കുറിച്ച് ചിന്തിക്കുന്ന ആളുകളുടെ, സോഷ്യലിസ്റ്റിന് വേണ്ടി പ്രവർത്തിച്ച ആളുകൾ ഉണ്ടായിരുന്നിട്ടുണ്ട്. അത് ഗാന്ധി ആയാലും നെഹ്റു ആയാലും ലോഹി ആയാലും അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് നേതാക്കളായാലും ഇവരെല്ലാവരും തമ്മിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാകാമെങ്കിലും ആത്യന്തികമായി ഒരു സോഷ്യലിസ്റ്റ് ഇന്ത്യയെ, മതേതര ഇന്ത്യയെ, സ്വതന്ത്ര ഇന്ത്യയെ, മനുഷ്യാവകാശങ്ങൾ സജീവമായിരിക്കുന്ന ഒരു ഇന്ത്യയെ സ്വപ്നം കണ്ട ആളുകൾ തന്നെയാണ്. അതുകൊണ്ട് ആ ഓർമ്മകളും അവരെല്ലാവരും തന്നെ നടത്തിയിട്ടുള്ള, ജയപ്രകാശ് നാരായണൻ ഉൾപ്പെടെയുള്ള ആളുകൾ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളും അതിൻ്റെയൊക്കെ ഒരു അനുരണനങ്ങൾ വാസ്തവത്തിൽ ഇന്ന് ജനങ്ങളുടെ കാതിലെത്തിയിട്ടുണ്ട് എന്നതിൻ്റെ ഒരു സൂചന കൂടിയായിട്ട് ഈ ഫലത്തെ കാണേണ്ടതുണ്ട്. ഒരു കാര്യം കൂടി ചോദിച്ചു അവസാനിപ്പിക്കാം സർ. കേരളത്തിലെ ഈ പുതിയൊരു രാഷ്ട്രീയ സാഹചര്യം, പ്രത്യേകിച്ചും തൃശ്ശൂരിനെ മുൻനിർത്തിക്കൊണ്ട് കേരളത്തിൽ ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന ഒരു രാഷ്ട്രീയ മാറ്റത്തെ, അത് യാഥാർത്ഥ്യമാണ്. അതിൻ്റെ ഒരു പ്രതിരോധം എന്ന രീതിയിൽ മാഷയ്ക്ക് കേരളീയ ജനതയോട് ഒരു സന്ദേശമല്ല, അതിൻ്റെ ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് മാഷന്? തീർച്ചയായിട്ടും കേരളത്തിൽ 1-2 കാര്യങ്ങൾ പ്രത്യേകം പറയേണ്ടതുണ്ട്. ദേശീയ രാഷ്ട്രീയത്തിൻ്റെ ഒരു കാഴ്ചപ്പാട് വളർത്തിയെടുക്കുക എന്നത് വളരെ പ്രധാനമാണ്. കേരളത്തിൽ ചെല്ലുമ്പോഴൊക്കെ, ഇപ്പോൾ തിരിച്ച് കേരളത്തിൽ താമസമാക്കിയപ്പോഴും ഞാൻ കാണുന്നൊരു പ്രധാന കാര്യം കേരള രാഷ്ട്രീയത്തിന് അതിന് അപ്പുറത്തേക്ക് അധികമൊന്നും ചിന്തിക്കുന്നില്ല എന്നതാണ്. അതുകൊണ്ട് അവിടെയുള്ള പ്രധാനമായും അവിടെ സന്നിഹിതമായ 2 പാർട്ടികൾ, പ്രത്യക്ഷത്തിൽ കാണാവുന്ന 2 പാർട്ടികൾ, കോൺഗ്രസ് പാർട്ടിയും CPI-എമ്മുമാണ്. വസ്തുത CPI ഉൾപ്പെടെയുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടികളാണ്. പക്ഷേ ഇവർ തമ്മിലുള്ള വൈരുദ്ധ്യം എങ്ങനെ മൂർച്ഛിപ്പിക്കാം എന്നതാണ് 2 പാർട്ടികളും നിർഭാഗ്യവശാൽ കേരളത്തിൽ ആലോചിക്കുന്നത്. പക്ഷെ നേരെ മറിച്ച് ദേശീയ തലത്തിൽ നാം ആലോചിക്കേണ്ടത് എങ്ങനെയാണ് ഒരു വലിയ ഐക്യം സാധ്യമാവുക എന്നാണ്. ഇപ്പോഴത്തെ വിജയം പോലും സാധ്യമായത് അത്തരത്തിലൊരു ഐക്യം ദേശീയ തലത്തിൽ എങ്ങനെ കൊണ്ടുവരാൻ കഴിഞ്ഞതാണ്. അതുകൊണ്ട് കേരളത്തിലും ആ തരത്തിലുള്ള ഒരു ദേശീയ തലത്തിലുള്ള ഐക്യത്തിൻ്റെ ഒരു പ്രതിഫലനം പ്രവർത്തനങ്ങളിൽ കാണേണ്ടതുണ്ട്. 2 പാർട്ടികളായിട്ട് ഉള്ള മത്സരം നടക്കുകയാണെങ്കിൽ പോലും ഒരു പാർട്ടി മറ്റേ പാർട്ടിയെ ശകാരിക്കാതിരിക്കാനും അല്ലെങ്കിൽ അവരെക്കുറിച്ച് വളരെ മോശമായ രീതിയിൽ സംസാരിക്കാനും അവരോട് പെരുമാറാനും ഉള്ള ആ ഒരു പ്രവണത പൂർണ്ണമായി നിർത്തേണ്ടതുണ്ട്. എനിക്ക് വളരെ വിഷമം തോന്നിയ കാര്യങ്ങളിൽ ഒന്ന്, ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഇമേജ്, പപ്പു എന്ന് പറഞ്ഞൊരു ഇമേജ് RSS ഉണ്ടാക്കിയ ഒരു ഇമേജാണ്. അതൊരിക്കലും ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഏറ്റെടുക്കാൻ പാടില്ലായിരുന്നു. പ്രത്യേകിച്ചും അദ്ദേഹം കൂടുതൽ പക്വമതിയായി വരുന്ന ഒരു കാലത്ത് അദ്ദേഹത്തിൻ്റെ ഇന്ത്യ ഭാരത് ജോഡോ യാത്രയും അതിനുശേഷം നടത്തിയ പ്രസ്താവനകളും മോഡിയുടെ എല്ലാ വിവാദങ്ങളെയും പൊളിച്ചുകൊണ്ട് അദ്ദേഹം ഓരോന്നായി എടുത്തു പറഞ്ഞ് നടത്തിയ എതിർ പ്രസ്താവനകളും പ്രസംഗങ്ങളും ഒക്കെ കൂടി കണക്കിലെടുക്കുമ്പോൾ ഒരിക്കലും അദ്ദേഹത്തെ ഈ രീതിയിൽ അപമാനിക്കുന്ന രീതിയിലൊരു സംസാരം ഏത് പാർട്ടിയായാലും പ്രതിപക്ഷത്ത് നിന്ന്
ഉണ്ടാവരുതായിരുന്നു എന്നെനിക്ക് തോന്നുന്നു. അവിടെ കേരളത്തിലെ മത്സരം ഇവർ തമ്മിലാണ്, ഓക്കെ, അവർ മത്സരിച്ചു കൊള്ളട്ടെ. പക്ഷെ പരസ്പരം പഴി പറഞ്ഞതിന് പകരം ഇവർ രണ്ടുപേരും ഒരേപോലെ BJP-യെ ആക്രമിക്കുകയാണ് വേണ്ടിയിരുന്നത്. 1-2 തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ പങ്കെടുക്കേണ്ടി വന്ന ഒരാളാണ് ഞാൻ. അവിടെ ഞാൻ ശ്രദ്ധിച്ചിരുന്ന ഏറ്റവും പ്രധാനമായ കാര്യം BJP-യെ കുറിച്ച് മാത്രം സംസാരിക്കുക എന്നുള്ളതാണ്. ദേശീയ രാഷ്ട്രീയത്തിൽ നമ്മുടെ ശത്രു, ജനാധിപത്യത്തിൻ്റെ ശത്രു എന്ന നിലയിൽ BJP-യുടെ രാഷ്ട്രീയം അതിന് തുറന്നു കാണിക്കാനുള്ള ഒരു ശ്രമമാണ്. ഞാനും പൊതുവെ പറഞ്ഞ സാംസ്കാരിക ഞാനും സാറാ ജോസഫും ഒക്കെ സംസാരിച്ചിരുന്നു. ഞങ്ങളെല്ലാവരും തുറന്നു കാട്ടാൻ ശ്രമിച്ച ഒരു കാര്യം ഇവരുടെ ഈ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ വിപത്തുകളാണ്. അല്ലാതെ കോൺഗ്രസിനെ കുറിച്ച് ഒരു വാചകം പോലും ഒരു ചീത്ത പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ മറ്റു പാർട്ടികളെ കുറിച്ചോ പറഞ്ഞിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു സമീപനം പൊതുവേ തന്നെ വേണ്ടതായിരുന്നു എന്നെനിക്ക് ഒരു അഭിപ്രായമുണ്ട്. അത് ഇനി വരുന്ന കാലങ്ങളിലെങ്കിലും അത്തരം ഒരു സമീപനം വളർത്തിയെടുക്കാനും പൊതുശത്രു ആരാണെന്ന് ദേശീയ തലത്തിൽ കണ്ടുകൊണ്ടുള്ള പ്രവർത്തനം നടത്തേണ്ടതുണ്ട്. ആ ഒരു കാര്യം എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ അവരുടെ പ്രവർത്തനത്തെ കൂടുതൽ ദേശീയ തലത്തിലേക്ക് വ്യാപിപ്പിക്കാനും അർത്ഥവത്തായ രീതിയിൽ ഈ ഭരണഘടനാ നഷ്ടത്തെയും ജനാധിപത്യ നഷ്ടത്തെയും ഒക്കെ പ്രതിരോധിക്കാനും കഴിയും. ഒരു കാര്യം മാഷേ, 70-കളിലെ കേരളത്തിലെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇടത് പക്ഷത്ത് നിന്നിരുന്ന ബുദ്ധിജീവികൾ, എഴുത്തുകാരൊക്കെ തന്നെ ഒരു സാംസ്കാരിക പ്രതിരോധം എന്ന രീതിയിൽ ആ കാലത്തുണ്ടായിരുന്ന പ്രത്യേക രാഷ്ട്രീയത്തെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രതികരിച്ചിട്ടുണ്ട്. മാഷക്ക് തോന്നുന്നുണ്ട് ഈ ഒരു കേരളത്തിലെ അടിമുടി മാറിക്കൊണ്ട്, അത് സാമുദായികമായ ഒരു രാഷ്ട്രീയ സമൂഹത്തെ വിഭജിക്കുമ്പോൾ രാഷ്ട്രീയക്കാരൊക്കെ തന്നെ അവരുടെ താല്പര്യത്തിൻ്റെ പക്ഷത്ത് നിൽക്കുമ്പോൾ ആ രീതിയിലുള്ള ഒരു ജനകീയ പ്രതിരോധം ഇടതുപക്ഷ ബുദ്ധിജീവികളിൽ നിന്നും സാംസ്കാരിക പ്രവർത്തകരിൽ നിന്നും കാലം ആവശ്യപ്പെടുന്നില്ലേ? കാലം തീർച്ചയായിട്ടും ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷെ അത്തരമൊന്ന് സാധ്യമാണോ എന്ന കാര്യത്തിൽ എനിക്ക് പല കാരണങ്ങളാൽ സംശയമുണ്ട്. ഒന്ന്, അന്ന് തന്നെ ഇപ്പോൾ സാംസ്കാരികമായ രംഗത്ത് വലിയ മുന്നേറ്റം ഉണ്ടാക്കിയ ഒരു കാലമായിട്ടാണ് ഇന്ന് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ അതിനെ കാണുന്നത്. എല്ലായിടത്തും ഞാനത് ആവർത്തിച്ച് പറഞ്ഞു പോന്നിട്ടുമുണ്ട്. അതേസമയം ആ കാലത്ത് നടത്തിയ പ്രവർത്തനങ്ങളിലെ രാഷ്ട്രീയമായ ശരികളെക്കുറിച്ച് എനിക്ക് സംശയങ്ങളുമുണ്ട്. ഇപ്പോൾ വ്യക്തി കൊലപാതകങ്ങൾ പോലുള്ള കാര്യങ്ങൾ കേരളം പോലെ വളരെ സാമാന്യേന പരിഷ്കൃതമായ ഒരു രാജ്യത്ത് അത് ഒരു തരത്തിലും ആളുകളെ അടുപ്പിക്കുന്ന ഒരു രാഷ്ട്രീയ സമ്പ്രദായമായിരുന്നില്ല. അതൊരു പക്ഷേ നമുക്ക് രാഷ്ട്രീയ തലത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു ടാക്റ്റിക്കൽ പ്രശ്നം മാത്രമായിട്ട് അതിനെ കാണാം. പക്ഷെ അങ്ങനെയല്ല. ഒരു മനുഷ്യനെ കൊല്ലുക എന്ന് പറഞ്ഞാൽ മനുഷ്യനെ കൊല്ലുന്നത് തന്നെയാണ്. ഏത് തരത്തിൽ എത്ര ദുഷ്ടനായ ഒരു മനുഷ്യനായാൽ പോലും ആ കൊല്ലപ്പെട്ട മനുഷ്യനെ പറ്റിയൊന്നും നമുക്ക് വലിയ അഭിപ്രായമൊന്നുമില്ല. പക്ഷേ കൊല്ലുകയാണോ വേണ്ടിയിരുന്നത്, അതോ ജനങ്ങളെ അടിത്തട്ടിൽ നിന്ന് സംഘടിപ്പിച്ച്? അതുകൊണ്ടാണ് വർഗീസിനെ പോലുള്ള ആളുകളുടെ സ്മരണകൾ എന്നെ പോലുള്ള ആളുകളെ സംബന്ധിച്ച് വളരെ പ്രധാനമാകുന്നത്. കാരണം അവർ ചെയ്തിരുന്ന പ്രവർത്തനങ്ങൾ ശരിക്കും ആദിവാസികൾക്കിടയിൽ പോയി അവരുടെ ഒരു മൂപ്പനെ പോലെ അവരെ സഹായിക്കുകയും അവരുടെ വിമോചനത്തിന് സന്ദേശം എത്തിക്കുകയും ഒക്കെ ചെയ്യാൻ കഴിഞ്ഞ അത്തരത്തിലുള്ള ആളുകളും ആ കൂട്ടത്തിലുണ്ടായിരുന്നു. അത്തരം ഒരു രാഷ്ട്രീയമാണ് ഒരു തൃണമൂല രാഷ്ട്രീയം, ഗ്രാസ് റൂട്ട്സ് പൊളിറ്റിക്സ് എന്നുള്ള അർത്ഥത്തിൽ മാത്രം. അങ്ങനെ ഒരു രാഷ്ട്രീയമാണ് വാസ്തവത്തിൽ വളർന്നു വരേണ്ടിയിരുന്നത്. ഇനിയും വളർന്നു വരേണ്ടത് ആ തരത്തിലാണ്. കാരണം ഈ അടിത്തട്ടിൽ നിന്ന് ക്രമേണ ഇടതുപക്ഷ പാർട്ടികൾ പോലും അകലുന്നുണ്ടോ എന്ന് നാം സംശയിക്കുന്ന ഒരു കാലത്താണിത്. അതിലേക്ക് ചെറിയ തോതിൽ അഴിമതി കടന്നു വരുന്നു. ലുംബൻ ഘടകങ്ങൾ എന്ന് പറയുന്ന ആ ഘടകങ്ങൾ ശക്തിപ്പെടുന്നു. അത്തരം ഒരു കാലത്ത് ഒരു ശുദ്ധീകരണത്തിൻ്റെയും ഒരു സ്വയം വിമർശനത്തിൻ്റെയും ആവശ്യമെങ്കിലും ഉണ്ട്. ഒരു പ്രതിപ്രസ്ഥാനം എത്രമാത്രം സാധ്യമാകുമെന്ന് എനിക്ക് ഉറപ്പില്ലെങ്കിൽ പോലും ഈ തരത്തിലുള്ള ഒരു വളരെ കഠിനമായ ഒരു നിർദ്ദയമായ ആത്മവിമർശനം ഈ ഇടതുപക്ഷം നടത്തിയാൽ മാത്രമേ അതിനെ ഇനി മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ എന്നൊരു സന്ദേശം കൂടി കേരളത്തിലെ തെരഞ്ഞെടുപ്പ് വാസ്തവത്തിൽ ഇടതുപക്ഷത്തിന് നൽകുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു സർ.